ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറണ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു അല്ലേ. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ 23,336 സപ്പോർട്ട് എടുത്തു. ഈ സപ്പോർട്ട് എടുത്തപ്പോൾ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പലരും എന്നെ തെറി വിളിക്കുന്നുണ്ടായിരിക്കാം, എനിക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ വിചാരിച്ച അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് മാർക്കറ്റ് പോകാത്തത് കൊണ്ട് ഒരു പക്ഷേ എന്നോട് കാലുഷ്യമോ ദേഷ്യമോ ഒക്കെ തോന്നാം. എനിവേ, ഞാൻ ആദ്യം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാം. ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പം ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ്, ഏകദേശം 150-160 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് വോയിസ് ഇട്ടപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു 23,500 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് 23,336 ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത് അല്ലേ. മാർക്കറ്റ് അതുപോലെ തന്നെ 23,336 എത്തി. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കാം. കിട്ടിയവർക്ക് ഓക്കെ, കിട്ടാത്തവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ബട്ട് ഇവിടെ ക്ലിയർ ആയിട്ട് 23,336 നമ്മുടെ ലൈൻ റെസ്പെക്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷനിൽ നമുക്കിവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ. നോക്കിക്കേ, 23,336 ഇന്നലെ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകത പറഞ്ഞിരുന്നു. 23,336 വന്ന് തട്ടി മാർക്കറ്റ് തിരിച്ച് ചെയ്തു. ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്കവിടെ ക്ലോസിങ് കിട്ടി. അതിനുശേഷം അത് താഴെ മാർക്കറ്റ് പോയിട്ടില്ല. നമുക്കൊരു എൻട്രി ഉണ്ട്, ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഉണ്ട്. 23,500 വരെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ടാർഗറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടി. സുന്ദരമായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്, ഒക്കെ സംഭവിച്ചു. ഇവിടം കൊണ്ട് നിർത്തിപ്പോയവർ ഓക്കെ ഫൈൻ. ഇനി ഇതിന് ശേഷമുള്ള കഥയാണ് ഈ പറഞ്ഞത്. ഏകദേശം 11 മണിയോ 11:30 ശേഷമുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിയതിന് ശേഷം ഞാൻ ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ടിരുന്നു. എനിക്ക് ആ ഗ്രൂപ്പ് ഞാൻ വോയിസ് ഞാൻ കേൾപ്പിക്കുക. ആ കേട്ട് കഴിയുമ്പം കുറച്ചെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവർക്കും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ബട്ട് ഞാനിട്ട വോയിസ്, ഗ്രൂപ്പിലിട്ട വോയിസ് അതുപോലെ ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ, അതിൽ ഞാൻ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് അവലോകനം ചെയ്യാം. ഓക്കെ, ഈ പേഴ്സണലി പലരും പിന്നെ എന്താ പറയുന്നത്, ഒരു മുഷിച്ചിൽ മെസ്സേജ് വരുന്നുണ്ട്. അത് നമുക്ക് വിഷയമുള്ള കാര്യമില്ല, കാരണം ഞാൻ തേന്നപ്പനാണെന്നും അല്ലല്ലോ. എനിവേ, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേട്ട് നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. കാരണം ഇവിടെ നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, മാന്യമായിട്ടുള്ളത് കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും പരിപാടിക്ക് നിന്നവരുടെ കാര്യം ഞാനീ പറയുന്നത്. ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇവിടെ ഇറങ്ങിയവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. വീണ്ടും ഇവിടെ ട്രേഡ് എടുത്തു, അല്ല ഈ ഏരിയയിൽ നിന്നും ട്രേഡ് എടുത്തവരുടെയോ കാര്യമാണ് ഞാനീ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് വി ഷേപ്പ് റിക്കവറി എടുത്ത് 23,500 മുകളിലെത്തി. ഞാൻ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഒരു വ്യൂ ഇല്ല. ഓക്കെ, അതെന്റെ പേഴ്സണൽ വ്യൂ ആണ്, ഒരു പക്ഷെ തെറ്റാവാം. പക്ഷെ എനിക്കൊരു വ്യൂ ഇല്ല. കാരണം ഗ്ലോബലി മുഴുവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഗ്ലോബലി എങ്ങനെയാണ് നിലനിന്നത് അതേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഗ്ലോബലി ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഇന്ത്യക്ക് മറ്റെന്ത് പ്രത്യേകതയാണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് സ്കൂളുകൾ ഓൺലൈൻ ആക്കണം, വർക്ക് ഫ്രം ഹോം ആക്കണം കമ്പനികൾ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ന്യൂസുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു പോക്ക് ട്രാപ്പ് ചെയ്യാനാണോ എന്ന് എനിക്കറിയത്തില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിവേ, എന്തായാലും നിങ്ങളൊരു സിയിലോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തായാലും 23,500 താഴോട്ട് മാർക്കറ്റ്, അതായത് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് താഴോട്ട് തന്നെ മാർക്കറ്റ് ഇറങ്ങി വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെന്റെ പേഴ്സണൽ വ്യൂ ആണ്. ഇത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റാണ്, ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും എൻ്റെ ഒരു വിശ്വാസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറും സ്പോട്ടും ഏകദേശം ഒരേ റേഞ്ചിലാണ്, ഈക്വൽ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ബെയറിഷ് ട്രെൻഡാണ്, നെഗറ്റീവ് ട്രെൻഡാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും അറിയാം, വലിയ ടീംസിനൊക്കെ അറിയാം. എങ്കിലും നമുക്ക് നോക്കാം അടുത്ത മണിക്കൂറുകളിൽ മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ക്ലിയർ ആയിട്ട് കേട്ടല്ലോ. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം, മാർക്കറ്റ് ഇവിടുന്ന് നമുക്ക് ഇനിയും ഇന്നത്തെ മാർക്കറ്റ് നോക്കാം അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്നു, നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കാണത്തില്ല. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറി. ഇവിടെ നമുക്ക് കണ്ടറിയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടി, ഒരു ക്ലോസിങ് കിട്ടി. മാർക്കറ്റ് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് വന്നു, നമുക്ക് 23,500 എത്തി. നമ്മുടെ 23,500 നമ്മുടെ ടാർഗറ്റ് അല്ലേ, അവിടെ ഒരു മാർക്കറ്റ് എത്തി കഴിഞ്ഞു, നമുക്ക് ആ ട്രേഡ് കഴിഞ്ഞു.
ഈ ഒരു ട്രേഡ് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം എടുത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വോയിസ് ഇട്ടത്. മാർക്കറ്റ് ഓൾറെഡി വി ഷേപ്പ് റിക്കവറി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു പക്ഷേ എൻ്റെ പേഴ്സണൽ വ്യൂ മാർക്കറ്റ് താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യതയാണ്. കാരണം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയാലും ന്യൂസ് നോക്കിയാലും ഫ്യൂച്ചർ നോക്കിയാലും എന്ത് നോക്കിയാലും മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ എതിർ ടീംസുകൾ, വലിയ ടീംസുകൾ പുഷ് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് കൊണ്ടുപോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ എന്തായാലും മാർക്കറ്റ് ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് ഈ 23,500 താഴെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് പ്രകാരം ആരെങ്കിലും ഒരു പക്ഷേ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കാം. ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. വെരി ക്ലിയർ. സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് പോവുക. ഇവിടുത്തെ കാര്യം ക്ലിയറായി. രണ്ടാമത് എടുത്തവരുടെ കാര്യമായി, ഈ 11:30 ശേഷം എടുത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ ഫൈൻ, സ്റ്റോപ്പ് ലോസ് കൊടുത്തു. ഓക്കെ, അല്ല സാറ് പി വ്യൂ ആണ്, പൊട്ടുമെന്നുള്ളൊരു വ്യൂ ആണ് പറയുന്നത്, അതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്തേക്കാം, എന്തായാലും താഴെ വരും എന്ന അമിത ആത്മവിശ്വാസത്തോടെ ഹോൾഡ് ചെയ്തവരുടെ കാര്യം എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഒരു എക്സിറ്റ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്കൊരു എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ടാർഗറ്റ് ഉണ്ട്, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആ സ്റ്റോപ്പ് ലോസ് മാനിക്കാതെ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ശരിയോ തെറ്റോ നിങ്ങൾ പറയും. ഞാനെന്നല്ല, ആര് വ്യൂ പറഞ്ഞാലും, എക്സ് ഓർ വൈ ആര് വ്യൂ പറഞ്ഞാലും ആ വ്യൂവിൽ നിങ്ങൾ ആ വ്യൂ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വ്യൂ എടുക്കുമ്പം നിങ്ങൾക്കൊരു എൻട്രി പോയിൻറ്റും നിങ്ങൾക്കൊരു എക്സിറ്റ് പോയിൻറ്റും കാണണം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിരിക്കണം. അതില്ലാതെ അന്ധമായി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. കാരണം 2-3 മെസ്സേജ് എനിക്ക് വന്നതുകൊണ്ട് അതിൻ്റെ താല്പര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. സാറിൻ്റെ കൺവിക്ഷൻ ഇങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്തു, എനിക്ക് ലോസായി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്, ശരിയല്ലേ? അത് ചെയ്യാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ശരിയാണ്. ന്യൂസുകൾ നെഗറ്റീവാണ്, ഒരു പോസിറ്റീവ് ന്യൂസും ഇല്ല. എന്തെങ്കിലും അങ്ങനെ ഈ മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് പറയുമ്പം US ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് US ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, US ഫ്യൂച്ചർ ഇതിപ്പം 5 മണിയാണ്, ഇത് മാർക്കറ്റ് 3:30, ഇവിടെയാണ് 3:30. എവിടെ മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോയോ? US ഫ്യൂച്ചർ എങ്ങോട്ടെങ്കിലും പോയോ? എങ്ങോട്ടും പോയിട്ടില്ല. ഇനി US ഓയിൽ നോക്കാം. US ഓയിൽ നോക്കിക്കഴിഞ്ഞാലോ, ക്രൂഡ് ഓയിൽ നോക്കിക്കഴിഞ്ഞാലോ, ക്രൂഡ് ഓയിൽ എങ്ങോട്ട് ഇതാ നോക്കുക, ഇതാണ് 3:30, ഇവിടം വരെയാണ് 3:30. ക്രൂഡ് ഓയിൽ എങ്ങോട്ടെങ്കിലും പൊട്ടി വീണിട്ടുണ്ടോ? എങ്ങോട്ടും പൊട്ടി വീണിട്ടില്ല. $100-101 മുകളിൽ തന്നെയാണ്. അങ്ങനെ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുവാണെങ്കിൽ ക്രൂഡ് പൊട്ടണ്ടേ? ഇതെല്ലാ സൈഡും നോക്കിയിട്ടാണ് നമ്മളൊരു വ്യൂ പറയുന്നത്. എന്നിട്ടും നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വേണ്ടത് ഇതായി വീണ്ടും ഇപ്പം ഇന്ന് രാത്രി വന്നിട്ട് തിരിച്ചു കയറുന്നത്. ഇപ്പം ഈ തിരിച്ചു കയറുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? US ട്രംപ് അവരുടെ ഇറാൻ്റെ ഓയിൽ സാങ്ഷന് ടെമ്പററി ആയിട്ട് ലിഫ്റ്റ് ചെയ്തു. ടെമ്പററി ആയിട്ട് അതിന് വേവർ കൊടുത്തു. അതായത് ഈ നെഗോഷിയേഷൻസ് കഴിയുന്നതിന് വരെ, ഈ ചർച്ച തീരുന്നതിന് വരെ ടെമ്പററി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെറിയൊരു പോസിറ്റീവ്നെസ് കാണുന്നത്. അതുകൊണ്ടാണ് US ഫ്യൂച്ചറൊക്കെ ചെറുതായിട്ട് മുകളിലോട്ട് പോവുകയും ഡൗ ജോൺസ് ചെറുതായിട്ട് 100 പോയിൻറ്റ് പ്ലസ്സിൽ ഓടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോഴത്തെ കാരണം അതാണ്. ഇതൊക്കെ 5 മണിക്ക് ശേഷം വന്ന കാര്യമാണ്. ഈ 5 മണിക്ക് മുന്നേ വേറെ യാതൊരു പോസിറ്റീവ് ന്യൂസും മാർക്കറ്റിലില്ല. പർപ്പസ്ഫുള്ളി മാർക്കറ്റിനെ പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയതാണ്. അതിനകത്തിൽ നിങ്ങളൊക്കെ ട്രാപ്പായി എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പോൾ അതിനാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അല്ലാതെ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അന്ധമായിട്ട് ഒരു സൈഡിലോട്ടും, ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങളത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളങ്ങനെ ഒരാളുടെ വ്യൂ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എക്സിറ്റ് പോയിൻ്റ് കാണണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, 10 പ്രാവശ്യം നമ്മളൊരു വ്യൂ പറഞ്ഞ് അത് കറക്റ്റായാലും ഒരു പ്രാവശ്യം റോങ് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രാവശ്യം പോയ റോങ്ങിനായിരിക്കും ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ബോദർ ചെയ്യുന്നില്ല. നേരത്തേക്കാണ് നമ്മൾ ബോദർ ചെയ്യാറുണ്ട്, ഇപ്പോൾ നമ്മളത് ബോദർ ചെയ്യാറില്ല. കാരണം നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എനിവേ എന്തായാലും നാളത്തെ മാർക്കറ്റ് വ്യൂ നമുക്ക് നോക്കാം. എന്താണ് നാളെ മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, 23,800 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് വ്യൂ ഉള്ളൂ. ഓക്കെ, 23,800 കടന്ന് മുകളിലോട്ട് പോയെങ്കിലേ നമുക്കൊരു അപ്സൈഡ് വ്യൂ ഉള്ളൂ. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 23,800 തട്ടി തിരിച്ച് താഴെ ഇറങ്ങി വരണം. നാളെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, 23,800 എന്ത് സംഭവിക്കും നോക്കുക. അതിന് മുകളിൽ മാത്രമേ നമുക്കൊരു വ്യൂ ഉള്ളൂ. ഇല്ല,
ഇനി ഫ്ലാറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 23,582 ബ്രേക്ക് ചെയ്ത് താഴെ പോകണം. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,500 നമ്മൾ കാണും. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് 23,336 വീണ്ടും നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. നാളെ മാർക്കറ്റ് എങ്ങനെയാണ്, ഇപ്പം നിലവിൽ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ എന്തായാലും ഇപ്പം നിഫ്റ്റി നോക്കുവാണെങ്കിലും ഏകദേശം 100 പോയിൻറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ച് വേണം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. നാളെ എക്സ്പയറി ഡേ ആണ്, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. കഴിവത് നെക്സ്റ്റ് എക്സ്പയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കേ നമ്മൾ എത്രയോ ദിവസം കൊണ്ട് ഈ വരയുടെ കാര്യം പറയുന്നു ഇല്ലേ, 53,589. ആ വരയിൽ നിന്ന് വിട്ട് മാർക്കറ്റ് എങ്ങോട്ടും പോയിട്ടില്ല. അടുത്തത് മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്നൊരു വൺ വേ റാലിയാണ് നടത്തിയിരിക്കുന്നത്. ഈ വൺ വേ റാലി ഗ്യാപ്പ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്ത ശേഷം വൺ വേ റാലി നടത്താൻ കാരണം എന്താണ്? ഞാൻ ഇന്നലെ ക്ലാസ്സിലും പറഞ്ഞു, ഇന്നലെ ഞാൻ വീഡിയോയിലും പറഞ്ഞു, BSE എന്ന ഒറ്റ സ്റ്റോക്കാണ്. BSE സ്റ്റോക്ക് നോക്കിക്കേ, ഒറ്റ സ്ട്രെച്ചിൽ ഇന്ന് ഏകദേശം 120 പോയിൻറ്റോളം ഇന്ന് മുകളിലോട്ട് പോയി. ആ ഒരൊറ്റ പോക്കിൻ്റെ ബലത്തിലാണ് ഇന്ന് മിഡ് ക്യാപ്പ് പിടിച്ച് നിന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ BSE നോക്കി മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങളൊരു എൻട്രി എടുക്കുമ്പം നിങ്ങൾക്ക് കൃത്യമായ ഒരു എക്സിറ്റ് പോയിൻ്റ് വേണം. എൻ്റെ ലാഭം എൻ്റെ നഷ്ടം അത് ഇവിടെ വരെയാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുനിയാവൂ. ഇല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.